ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയ പഠനം തുടരുകയാണ്. നമ്മൾ 8 ദശകങ്ങൾ നമ്മൾ വിശദമായി പഠിച്ചു. ഇനി 9ാമത്തെ ദശകമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബ്രഹ്മദേവന്റെ ആവിർഭാവമാണ് നമ്മൾ കണ്ടത്. പത്മസംഭവനായി ബ്രഹ്മദേവൻ പാത്മകൽപ്പത്തിൽ ഭഗവാന്റെ നാഭീരന്ധ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന താമരയിൽ ജനിച്ചു. അതിനുശേഷം എന്താണ് എന്ന് നമുക്ക് നോക്കാം. 1ാമത്തെ ശ്ലോകം നിങ്ങൾക്ക് ചൊല്ലിത്തരാം, നിങ്ങൾ കേട്ടു നോക്കൂ. എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോവാം. സ്ഥിതഃ സകമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിദിതമംബുധാവുദിതമിത്യനാലോകയൻ തദീക്ഷണകുതൂഹലാത് പ്രതിദിശം വിവൃത്താനനശ്ചതുർവദനതാമഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം. സ്ഥിതഃ കമലോദ്ഭവഃ തവ ഹി നാഭിപങ്കേരുഹേ കുതഃ സ്വിദ് ഇദം അംബുധൗ ഉദിതം ഇതി അനാലോകയൻ തത് ഈക്ഷണകുതൂഹലാത് പ്രതിദിനം വിവൃത്താനന ചതുർവദനതാം അഗാത് വികസത് അഷ്ടദൃഷ്ട്യംബുജാം. ബ്രഹ്മദേവൻ ഭഗവാന്റെ നാഭീരന്ധ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന താമരയിൽ വന്ന് വിരിഞ്ഞങ്ങനെ ഇരിക്കുക. അവിടെ ജനിച്ചു പറന്നു. അപ്പോൾ ബ്രഹ്മദേവന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളും തുടർന്ന് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഈ ദശകത്തിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സഹ കമലോദ്ഭവ, ആ കമലോദ്ഭവൻ, കമലത്തിൽ നിന്ന് ഉദ്ഭവിച്ചവനായിട്ടുള്ള ബ്രഹ്മദേവൻ, കമലോദ്ഭവ സഹ, കമലോദ്ഭവനായിട്ടുള്ള ആ ബ്രഹ്മദേവൻ തവ നാഭിപങ്കേരുഹേഹി സ്ഥിതഃ, നിന്തിരുവടികളുടെ നാഭിയിൽ നിന്ന് വന്ന താമരയിൽ തന്നെ ഇരുന്നിട്ട്, ഹി സ്ഥിതഃ, അതിൽ തന്നെ ഇരുന്നിട്ട്, അതിൽ തന്നെ ഇരിക്കുകയാണ്. ചുറ്റും ജലമാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ബ്രഹ്മദേവൻ ഉയർന്നു വന്നിട്ട്, കാരണജലമാണ് ചുറ്റിലുള്ളത്, അപ്പോൾ ഉയർന്നു വന്നിട്ട് ആ നാഭിയിൽ നിന്ന് വന്നിട്ടുള്ള താമരയിൽ തന്നെ ഇരുന്നിട്ട് ബ്രഹ്മദേവൻ ചിന്തിക്കണം. ആ താമരയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിലിരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇദം അംബുധൗ കുതഃ സ്വിദ് ഉദിതം, ഇത് ഈ താമരപ്പൂ അംബുധൗ, ആ സാഗരത്തില്, കുതഃ സ്വിദ് ഉദിതം, എവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടാവും, എവിടെ നിന്ന് ഉദിച്ചിട്ടുണ്ടാവും, എവിടെ നിന്ന് വിടർന്നു വന്നിട്ടുണ്ടാവും? ചിന്തയാണ് കേട്ടോ. ഒരു താമരപ്പൂവിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഒരു ദിവസം രാവിലെ ഉറക്ക് തെളിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് വലിയ കടല്, ആ കടലിന്റെ നടുക്കൊരു താമരപ്പൂവ്, അതിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണെന്നുള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ സംശയമായിരിക്കും, ഇതെവിടെ നിന്ന് വന്നു, ഓർമ്മയില്ല, മുന്നേ ഉണ്ടായിരുന്നതൊന്നും ഓർമ്മയില്ല എന്ന് വെക്കുക. ആ അവസ്ഥയിലാണ് ബ്രഹ്മദേവൻ ഇരിക്കുന്നത്. ആകെ കൺഫ്യൂഷൻ ആവുമല്ലേ, ഇത് എന്ത്, എവിടെ നിന്ന് വന്നു, ഈ താമരപ്പൂ എവിടെയുള്ളത്, ചുറ്റും ഈ ജലം മാത്രമേ കാണുന്നുള്ളൂല്ലോ, ഈ താമരപ്പൂവ് എവിടെ നിന്നായിരിക്കും ഉയർന്നു വന്നിട്ടുണ്ടാവുക? ഇങ്ങനെയൊക്കെയാണ് ബ്രഹ്മദേവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അനാലോകയൻ, ഇത് എവിടെ നിന്ന് ഉയർന്നു വന്നു എന്ന് കാണുന്നില്ല, കാണാത്തവനായിട്ട്. അനാലോകയൻ,
ഇത് കാണുന്നില്ല, ഇത് എവിടെ നിന്ന് ഉയർന്നു വന്നു ഒന്ന് കാണാത്തവനായിട്ട് തത് ഈക്ഷണ കുതൂഹലാത്, അത് അറിയാനുള്ള ആഗ്രഹ കൗതുകത്തോടു കൂടിയിട്ട്, തത് ഈക്ഷണ കുതൂഹലാത്, അത് കാണുവാനുള്ള കൗതുകത്തോടു കൂടിയിട്ട് പ്രതിദിശം വിവൃത്താനനം, ഓരോ ദിശയിലേക്കും അങ്ങ് നോക്കി, 4 ഭാഗത്തേക്കും നോക്കുകയാണ് ബ്രഹ്മദേവൻ. ഓരോ ദിശയിലേക്കും ബ്രഹ്മദേവൻ നോക്കി. ഇത് എവിടെ നിന്ന് ഉയർന്നു വന്നു എന്നറിയാനുള്ള താല്പര്യത്തില്, കൗതുകത്തില് ഓരോ ദിശയിലേക്കും ബ്രഹ്മദേവൻ നോക്കുകയാണ്. വികസത് അഷ്ടദൃഷ്ടി അംബുജാം, അങ്ങനെ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വികസത് അഷ്ടദൃഷ്ടി അംബുജാം, വികസിച്ച അഷ്ടദൃഷ്ടി അംബുജാം, 8 കണ്ണുകളാകുന്ന താമരപ്പൂക്കളോട് കൂടിയിട്ട് 8 കണ്ണുകളുണ്ടായി, അതെല്ലാം കൂടെ ചേർന്നൊരു താമരപ്പൂവ് പോലെയായി. എന്നിട്ടോ ചതുർവദനതാം അഗാധ്, 4 മുഖങ്ങളുള്ള അവസ്ഥയെ പ്രാപിച്ചു. ബ്രഹ്മദേവൻ ആ താമരയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് എവിടെ നിന്നാണ് ഉയർന്നു വന്നത് എന്നറിയാനുള്ള താല്പര്യം ഉണ്ടായി. 4 ഭാഗത്ത് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ നോക്കിയ സമയത്ത് 4 മുഖങ്ങളുള്ള അവസ്ഥയെ പ്രാപിച്ചു. എന്നിട്ട് കവി പറയാണ്, ആ 4 മുഖങ്ങളിലും 2 കണ്ണുകൾ വീതം ഉണ്ടാവുമല്ലോ, അങ്ങനെ താമര ഇതളുകൾ പോലുള്ള കണ്ണുകളാണ്. അങ്ങനെ കുറെ 8 ഇതളുകൾ കൂടി ചേർന്ന ഒരു താമര കൂടെ ഈ താമരയിൽ രൂപപ്പെട്ടു എന്നാണ് ഭട്ടത്തിരിപ്പാട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ബ്രഹ്മദേവൻ ഇതിൽ നിന്ന് താമരയിൽ ഇരിക്കുകയാണ്. ആ താമരയിൽ ഇരിക്കുന്ന സമയത്ത് ചുറ്റും ജലം മാത്രമേ ഉള്ളൂ. ഈ സാഗരത്തിൽ എവിടെ നിന്നാണ് ഈ താമര ഉയർന്നു വന്നിരിക്കുന്നത് എന്നറിയാനുള്ള താല്പര്യത്തില്, കൗതുകത്തില് 4 ഭാഗത്തും നോക്കുന്ന സമയത്ത് 4 മുഖങ്ങൾ രൂപപ്പെട്ടു. അവയിലെ 8 കണ്ണുകള് ആ താമരയിലെ മറ്റൊരു താമരപ്പൂ പോലെ വിടർന്നു വന്നു എന്നാണ് ഭട്ടത്തിരിപ്പാട് മനോഹരമായിട്ട് വിവരിച്ചു വെച്ചിരിക്കുന്നത്. ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആകാംക്ഷയാണ്, ഇതെന്താണ്, നമുക്കൊക്കെയുള്ള ഒരു അറിയാനുള്ള ആഗ്രഹം. ബുദ്ധിയുള്ളവരൊക്കെ ആലോചിക്കും, ഞാൻ എവിടെ നിന്ന് വന്നു, ഇതെന്താണ്, എങ്ങനെയാണ് ഈ സൃഷ്ടി ഉണ്ടായത്, ഈ രൂപത്തിൽ ഞാൻ എങ്ങനെ വന്നിരിക്കുന്നു ഇവിടെ, എൻ്റെ ചുറ്റിലും എന്താണ് നടക്കുന്നത്, ഈ ഭൂമി, ഈ പ്രപഞ്ചത്തിൽ എവിടെ, ഏത് കോണിലാണുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള താല്പര്യം നമുക്കുണ്ടാവണം. അതാണ് നമ്മുടെ ഈ സർവ പരിണാമത്തിനും കാരണമായിട്ടുള്ളത്. ഓരോ ജീവിക്കും ഈ താല്പര്യമൊക്കെ ചെറുതായി ചെറുതായി ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അറിയാനുള്ള താല്പര്യം കൂടി വന്നിട്ടാണ് മനുഷ്യൻ എന്നുള്ള ഇത്രയും ഷാർപ്പായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു ജീവിയായിട്ട് നമ്മൾ വളർന്നിരിക്കുന്നത്. ഇപ്പൊ ബ്രഹ്മദേവന് പോലും ഈ താല്പര്യം ഉണ്ടായിരുന്നു, അറിയാനുള്ള ആഗ്രഹം. എവിടെ നിന്ന്, എങ്ങനെ വന്നു, ഞാൻ എവിടെയാ ഇരിക്കുന്നത്, ഈ താമര, ഇരിക്കുന്ന താമര ഈ കടലിൽ എങ്ങനെ വന്നു, 4 ഭാഗത്തും നോക്കുകയാണ്, ഒന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ ആ നോട്ടത്തിൽ 4 ദിശയിലേക്കും മുഖങ്ങളുണ്ടായി. ആ മുഖങ്ങളിലൊക്കെ കണ്ണുകളും ഉണ്ടായി. എല്ലാ ഭാഗവും കാണാനുള്ള ഒരു കഴിവ് ബ്രഹ്മദേവന് ലഭിക്കുകയാണ്. നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓരോ ദിശയിലേക്കും നമ്മുടെ ദൃഷ്ടി പായിച്ച് അന്വേഷണം തുടർന്നു കൊണ്ടേയിരിക്കുന്ന സമയത്ത് നമുക്കും ഇതുപോലെ പല ഭാഗങ്ങളും നോക്കിക്കാണാനുള്ള കഴിവ് കിട്ടും. ഇതിനർത്ഥം പിന്നിൽ മുഖം ഉണ്ടാവും, 2 ഭാഗത്തും മുഖം ഉണ്ടാവും എന്നുള്ളതല്ല. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വശത്തേക്കും നമുക്ക് അറിയാനും നോക്കാനുമുള്ള ഒരു കഴിവ് നമുക്ക് ഭഗവാൻ തരും. ബ്രഹ്മദേവൻ ആ കഴിവാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ ചെയ്തത് ഇതാണ്, അന്വേഷിക്കുകയാണ് എവിടെ. ബ്രഹ്മദേവന്റെ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ, 4 ഭാഗത്തും നോക്കി, ഒന്നും കാണുന്നില്ല ഇപ്പോഴും. അപ്പോൾ അത്രയും രസകരമായ ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അന്വേഷണത്വര ബ്രഹ്മദേവനിലും ഉണ്ടായിരുന്നു. സൃഷ്ടിയുടെ കാരണം തന്നെ ഈ താത്പര്യമാണ് എന്നാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ അറിയാനുള്ള ആഗ്രഹം, ഇനി മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം, ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ഞാൻ ആരാണ് എന്നൊക്കെയുള്ള താല്പര്യം കൊണ്ടാണ്
നോക്കൂ ബ്രഹ്മദേവന് സൃഷ്ടി പോലും സംഭവിക്കുന്നത്. ഇനി ബ്രഹ്മദേവൻ എന്ത് ചെയ്യുന്നു അടുത്ത ശ്ലോകത്തിലൊക്കെ ഉണ്ട്. ഞാൻ ഈ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, നിങ്ങളത് നേരിട്ട് ചൊല്ലി നോക്കുക, മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ചൊല്ലുക. സ്ഥിതഃ സകമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിദിതമംബുധാവുദിതമിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവൃത്താനന ചതുർവദനതാമഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം. വികസത് അഷ്ടദൃഷ്ടി അംബുജാം. അഷ്ടദൃഷ്ടി എന്ന് വെച്ചാൽ 8 കണ്ണുകളാണ്. അംബുജാം താമര. വികസിച്ചിട്ടുള്ളതായിട്ടുള്ള അഷ്ടദൃഷ്ടി അംബുജാം, നല്ല വിടർന്നിരിക്കുന്ന ഒരു താമരപ്പൂ പോലെയായി 8 കണ്ണുകളും ചേർന്നിട്ട് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ചോദിക്കുക, നമുക്ക് വിശദീകരിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ മറ്റൊരു രീതിയിലുള്ള ചില വിശദീകരണങ്ങൾ, അതായത് നമ്മുടെ പ്രപഞ്ചോത്പത്തിയുമായിട്ട് ആധുനിക ശാസ്ത്രം പറയുന്ന കാര്യങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വളരെ വളരെ നമുക്ക് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ആചാര്യന്മാരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കത് സങ്കല്പിക്കുന്ന സമയത്ത് അതേ രീതിയിൽ പുറത്തേക്ക് വരികയാണ്. ആ ഒരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. സൃഷ്ടി ഉണ്ടാവുന്നതിൻ്റെ ഒരു ഭംഗി വളരെ വളരെ കാവ്യാത്മകമായിട്ട് ഒരു മനോഹരമായ കലാകാരൻ്റെ ചിത്രം വരയ്ക്കുന്ന ആ കഴിവോട് കൂടിയിട്ട് ആചാര്യന്മാർ എഴുതിയിട്ടുണ്ട്. ഭഗവാന്റെ ആ ഒരു സൗന്ദര്യത്തെ ആസ്വദിക്കാൻ സാധിക്കുന്നു. ഭഗവാന്റെ ആ സൗന്ദര്യത്തെ മനസ്സിലേക്ക് ആവാഹിക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രവും നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റേതെല്ലാത്തിനെയും വെറുതെ ഒരു മണ്ണും പൊടിയും ഊർജവും ജലവും വായുവും മാത്രമായി കാണുന്ന സമയത്ത് ഇവിടെ നമുക്കത് ഭഗവാനാണ്. നമ്മളൊക്കെ ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്. ഒന്നിനും ഒട്ടും കുറവില്ലാത്ത, നിറച്ചും ഭഗവാന്റെ പോസിറ്റീവ് എനർജി വന്ന് നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യ രൂപത്തിലുള്ള മൂർത്തികളാണ് നമ്മളൊക്കെ എന്ന് ചിന്തിക്കാൻ നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. ആ ചിന്ത ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എത്രത്തോളം ഒരു ആത്മവിശ്വാസം നമുക്ക് കിട്ടും. നമ്മൾ എവിടെയോ വെച്ച് ഇതൊക്കെ മറന്നുപോയിരിക്കും. അങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഊർജം ഇത്തരം വിശദീകരണങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കണം. അതാണ് വേണ്ടത്. ആ ബ്രഹ്മദേവനിലുള്ള അതേ താല്പര്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതെന്താണെന്ന് അറിയാനും അന്വേഷിക്കാനുള്ള താല്പര്യം. അത് നോക്കൂ, അത് എത്ര ഭംഗിയുള്ളതാണ് അല്ലേ. ബ്രഹ്മദേവനും നമുക്കൊക്കെയുള്ള ചിന്തകൾ ഒരുപോലെയാണ്. ആ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി സാധിക്കട്ടെ എല്ലാവർക്കും. ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നുകൂടെ ഓർമ്മിച്ചു നോക്കുക. കമലോദ്ഭവനായിട്ടുള്ള ബ്രഹ്മദേവൻ ആ താമരയിൽ, ഭഗവാന്റെ നാഭീരന്ധ്രത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള താമരയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ സമുദ്രത്തിൽ എവിടെ നിന്നാണ് ഈ താമര ഉയർന്നു വന്നിരിക്കുന്നത് എന്ന് അറിയാനുള്ള കൗതുകത്തോടു കൂടിയിട്ട് ഓരോ ദിശയിലേക്കും നോക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നോട്ടത്തില് ബ്രഹ്മദേവന് 4 മുഖങ്ങൾ ഉണ്ടാവുകയും ആ 4 മുഖങ്ങളിലെ കണ്ണുകള് താമരപ്പൂവിലെ താമരപ്പൂ പോലെ ശോഭിച്ചു എന്നും അങ്ങനെ രൂപപ്പെട്ടു വിടർന്ന കണ്ണുകളാണ് എന്ന് പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട്. ആ വിടർന്ന കണ്ണുകൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കാഴ്ച കാണാനുള്ള ശേഷിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. എന്നിട്ട് ശ്ലോകം പഠിക്കുക, ചൊല്ലി അയക്കുക. അടുത്ത ശ്ലോകം ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ
നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ